ആരോഗ്യസ്ഥിതിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അതിരാവിലെ വെറും വയറ്റിൽ കുറച്ച് ബ്ലഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അമ്മച്ചിക്കാണെങ്കിൽ കൊളസ്ട്രോൾ ഇടയ്ക്ക് ഇങ്ങനെ ബോർഡർ ലൈൻ കാണിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. മരുന്നൊന്നും കഴിക്കുന്നില്ല, എല്ലാം ഡയറ്റിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ചാച്ചൻ പിന്നെ 2 വർഷമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചാച്ചനെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ കുറച്ചധികം നാളായിട്ട് നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെയും കണ്ടീഷനൊക്കെ ഒന്ന് അറിയണം. അമ്മച്ചിയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 6:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളായതുകൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ വിശക്കുന്നുണ്ടായിരുന്നു, തല കറങ്ങുവാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്ലഡ് കൊടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു നാടൻ ചായക്കടയിൽ കയറി നല്ല ചൂട് ദോശയും ചമ്മന്തിയും നല്ല കടുപ്പത്തിലുള്ള ചായയൊക്കെ കുടിച്ചു കേട്ടോ. എനിക്ക് എൻ്റെ ചാച്ചൻ്റെ കൂടെയുള്ള യാത്രകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നതുമായ സംഗതിയാണ് കേട്ടോ. ഞങ്ങളുടെ യാത്രയിലുടനീളം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചായക്കടകളിലൊക്കെ കയറി നല്ല നാടൻ ഫുഡ് ട്രൈ ചെയ്യുക എന്നുള്ളതായിരുന്നു അത്. ഇത് കണ്ടോ, ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞൊരു നാട്ടുവഴിയുടെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. കാറൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതിൽ നടന്നായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. 2 സൈഡിലും റബ്ബർ തോട്ടമാണ്. അടിപൊളി ഒരു ഫീലാണ് കേട്ടോ ഇതിലേക്ക് പോകുമ്പോൾ. ഇതാണ് ഇപ്പോൾ പുതുതായിട്ട് ടാറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുമ്പ് ഞാനും അച്ഛനും ഒന്നിച്ച് നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ അതിരാവിലെ നടക്കാൻ ഇറങ്ങുന്ന വഴികളായിരുന്നു കേട്ടോ ഇത്. നല്ല തണുപ്പുള്ള സമയത്ത് അതിരാവിലെ റബ്ബർ തോട്ടത്തിനകത്തൂടെ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. അങ്ങനെ രാവിലത്തെ കുഞ്ഞി കറക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. വീട്ടിലാണെങ്കിൽ ചെറിയ ചെറിയ പണികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു പറഞ്ഞില്ല. അപ്പോൾ ചാച്ചൻ വന്നപ്പോൾ തന്നെ പണിക്കാരെയൊക്കെ അറേഞ്ച് ചെയ്ത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് മിറ്റമെല്ലാം നല്ല വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് കുറച്ചധികം പ്ലാന്റ്സ് കിട്ടിയായിരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്ക് പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ യാത്രയൊക്കെ പോയപ്പോഴത്തേക്കും കളക്ട് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. കുറച്ചൊക്കെ ചെറിയ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ മുറ്റമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നിറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കണമെന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ദൂരേക്കൊന്നും യാത്ര പോയില്ല. ചാച്ചൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലിരിക്കാനും സമയമില്ല, എന്നാൽ ദൂരയാത്രയൊന്നും പോയിട്ടുമില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളതൊക്കെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അമ്മച്ചി ഒരാഴ്ചയായിട്ട് വീട്ടിൽ തന്നെയാണ്. കിങ്കോനെ ഞങ്ങൾ ഈ അടുത്ത് കൊണ്ടാണ് കേട്ടോ ഗ്രൂം ചെയ്യിച്ചത്. എനിക്ക് ഇത്തവണത്തെ ഇവൻ്റെ ഒരു ഹെയർ കട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കൈയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചാച്ചൻ വന്നതിന് ശേഷം പോളോ എനിക്ക് ഡ്രൈവ് ചെയ്യാനേ കിട്ടിയിട്ടില്ല കേട്ടോ. ചെറിയ അടിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും തീരെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ റെസ്റ്റിലാണ്. റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയേ.